ജീവൻ മുക്തി വിവേകം. ഒന്നാം അധ്യായം ജീവൻ മുക്തി പ്രമാണ പ്രകരണം. ഓഡിയോ ബുക്ക് തുടരുന്നു. ഗീതയിലെ ഭഗവത് ഭക്തവർണ്ണനം. ജീവൻ മുക്തനെ തന്നെ ഭഗവത് ഭക്തനെന്ന പേരിലും 12-ാം അധ്യായത്തിൽ ഗീത വർണ്ണിച്ചിട്ടുണ്ട്. അദ്വേഷ്ടാ സർവഭൂതാനാം മൈത്രഃ കരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാരഃ സമദുഃഖ സുഖക്ഷമീ. ഭഗവത്ഗീത 12-ാം അധ്യായം 13-ാം ശ്ലോകം. ജീവജാലങ്ങളോടൊന്നും ദ്വേഷമില്ലാത്തവനും മൈത്രിയും കരുണയും ഉൾക്കൊള്ളുന്നവനുമാണ് മഹാഭക്തൻ. മമതയോ അഹങ്കാരമോ അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. ദുഃഖത്തിലും സുഖത്തിലും സമചിത്തത കൈവെടിയുന്നില്ല. എന്തും സഹിക്കാൻ കരുത്തനുമാണ്. സന്തുഷ്ടനായി സദാ ഈശ്വരങ്കൽ ഉറച്ച മനസ്സോടെ വർത്തിക്കുന്നു. മനോനിയന്ത്രണം നേടി ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ആരുടെ മനസ്സും ബുദ്ധിയുമെല്ലാം ഈശ്വരന് സമർപ്പിതമാണോ അങ്ങനെയുള്ളയാളാണ് മഹാഭക്തൻ. മനസ്സും ബുദ്ധിയുമെല്ലാം ഈശ്വരാർപ്പിതമായാൽ ആ ഭക്തൻ പിന്നെ മറ്റു ലോക വിഷയങ്ങളെയൊന്നും പിന്തുടരുന്നില്ല. സമാധിയിൽ ഇടതിങ്ങി ആത്മാനന്ദം അനുഭവിക്കുന്ന അദ്ദേഹം വ്യവഹാരദശയിലും വിഷയങ്ങളിൽ ഉദാസീനനായി ഭവിക്കുന്നു. അങ്ങനെ ലൗകികങ്ങളായ ഹർഷവിഷാദങ്ങൾ ഇല്ലാത്തതുകൊണ്ടു തന്നെ സുഖദുഃഖങ്ങളിൽ സമചിത്തത കൈവരുന്നു. ഭക്തനിൽ നിന്നും ലോകത്തിനോ ലോകത്തിൽ നിന്നും ഭക്തനോ ഭയാശങ്കകൾ ഉണ്ടാകുന്നില്ല. ഒന്നിനും അടിമയാകാതെ മനഃശുദ്ധി നേടി എന്തിനും സമർത്ഥനായി വർത്തിക്കുന്നു. ശോകം അദ്ദേഹത്തെ സ്പർശിക്കുന്നില്ല. മഹാഭക്തൻ ഒരു ലോകകാര്യവും അങ്ങോട്ട് ചെന്ന് ഏറ്റെടുക്കാറില്ല. ലൗകികങ്ങളായ ശുഭാശുഭങ്ങൾക്കൊക്കെ ഉപരിയാണ് അദ്ദേഹം. ശത്രുവും മിത്രവും മാനവും അപമാനവും ശീതവും ഉഷ്ണവും അദ്ദേഹത്തിന് തുല്യമാണ്. ലോകസുഖത്തിനു വേണ്ടിയുള്ള ഒന്നും അദ്ദേഹം കൊതിക്കുന്നില്ല. നിന്ദിച്ചാലും വന്ദിച്ചാലും ഭാവത്തിന് മാറ്റമില്ല. ഉടുക്കാനും ഉണ്ണാനും കിടക്കാനും എന്തു കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കുണ്ഠിതമില്ല. സ്ഥിരമായി ഒരിരിപ്പിടമില്ല. ബുദ്ധി മാത്രം ആത്മലക്ഷ്യത്തിൽ ഇളകാതെ ഉറച്ചിരിക്കും. ലോകത്തെ മുഴുവൻ ഈശ്വരമയമായി കാണും. ഇങ്ങനെയുള്ളയാളാണ് മഹാഭക്തൻ. ആത്മബോധത്തിൽ ഉറപ്പുറ്റയാളിൽ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ സ്വതസിദ്ധമായി തന്നെ ഉണ്ടായിരിക്കും. ഇവ നേടുവാനുള്ള സാധനാഘട്ടത്തിലെ യത്നം ജീവൻ മുക്തനെ വിട്ടൊഴിഞ്ഞിരിക്കുന്നതായി കാണാം. ജീവൻ മുക്തനെ വിട്ടൊഴിഞ്ഞിരിക്കുന്നതായി കാണാം. ഗീതയിലെ ഗുണാതീത വിവരണം. ജീവൻ മുക്തനെ ഗുണാതീതൻ എന്നും വിളിക്കാറുണ്ട്. ഗീത 14-ാം അധ്യായത്തിൻ്റെ അന്ത്യഭാഗത്തിൽ ഭഗവാൻ ഗുണാതീത ലക്ഷണം വിവരിക്കുന്നു. സത്വം, രജസ്, തമസ് എന്നീ ത്രിഗുണങ്ങളെക്കുറിച്ചുള്ള വിശദമായ പ്രതിപാദനം കേട്ട ശേഷം അർജുനൻ ചോദിച്ചു, ത്രിഗുണങ്ങളെ കടന്നവനാണല്ലോ മുക്തൻ. ഭഗവൻ ഗുണാതീതനെ ഏതെല്ലാം ലക്ഷണങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ കഴിയും? അദ്ദേഹത്തിൻ്റെ ആചാര വിചാരങ്ങൾ എന്തൊക്കെയായിരിക്കും? ഏതെല്ലാം സാധനകൾ കൊണ്ടാണ് ഈ ത്രിഗുണങ്ങളെ കടക്കാൻ കഴിയുക? സത്വരജസ്തമോ ഗുണങ്ങൾ കൂടിക്കലർന്നുള്ള പരിണാമവിശേഷങ്ങളാണ് സമസ്ത സംസാരത്തെയും പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗുണാതീതൻ എന്നതിന് സംസാരത്തെ കടന്നവൻ എന്നാണ് അർത്ഥം. അതുതന്നെയാണ് ജീവൻ മുക്തി. അർജുനൻ്റെ ചോദ്യത്തിന് ഭഗവാൻ മറുപടി നൽകി സത്യത്തെ നേരിട്ട് കാട്ടിത്തരുന്നതും ഹൃദയം നിറഞ്ഞു കവിയുന്നതുമായ പ്രകാശമാണ് സത്വഗുണത്തിൻ്റെ സ്വഭാവം. രാഗദ്വേഷങ്ങളിൽ കൂടി തൃഷ്ണാസംഗദോഷങ്ങൾ ഉളവാക്കി ചിത്തത്തെ ഭ്രമിപ്പിക്കുന്ന പ്രവൃത്തിയാണ് രജോഗുണത്തിൻ്റെ സ്വഭാവം. സത്യത്തെ പാടെ മറച്ചു കളഞ്ഞിട്ട്
ജീവിതത്തെ അടിക്കടി പതിപ്പിക്കുന്ന മോഹമാണ് തമോ ഗുണ സ്വഭാവം. ജാഗ്രത് സ്വപ്നങ്ങളിൽ ഈ ഗുണങ്ങൾ പ്രവർത്തിക്കുന്നു. ഗാഠനിദ്ര, സമാധി, ശൂന്യചിത്തവൃത്തി എന്നീ അവസ്ഥകളിൽ ഗുണങ്ങൾ നിവർത്തിക്കുന്നു. ഗുണങ്ങളുടെ പ്രവൃത്തി രണ്ടു വിധമാണ്, അനുകൂലമെന്നും പ്രതികൂലമെന്നും. സത്യമറിയാത്ത മഠയൻ ഉണർന്നിരിക്കുമ്പോൾ അനുകൂല പ്രവൃത്തികളെ ആഗ്രഹിക്കുകയും പ്രതികൂല പ്രവൃത്തികളെ വെറുക്കുകയും ചെയ്യുന്നു. ഗുണാതീതനാകട്ടെ ഗുണപ്രവർത്തനങ്ങളിൽ അനുകൂല പ്രതികൂല ഭാവങ്ങളെ ആരോപിക്കാതിരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ആഗ്രഹമോ വെറുപ്പോ ഉണ്ടാകുന്നില്ല. രണ്ടുപേർ തമ്മിൽ കലഹിക്കുമ്പോൾ ഉദാസീനനായി നോക്കി നിൽക്കുന്ന ഒരാളിൻ്റെ സ്ഥിതിയാണ് അനുകൂല പ്രതികൂലങ്ങളായ ഗുണപ്രവർത്തനങ്ങളിൽ ഗുണാതീതനുള്ളത്. ഉദാസീനനായി നോക്കി നിൽക്കുന്ന മൂന്നാമൻ പരസ്പരം കലഹിക്കുന്നവരുടെ ജയാപജയങ്ങൾ കൊണ്ടൊന്നും ചലിപ്പിക്കപ്പെടുന്നില്ല. ഗുണങ്ങളാണ് ഗുണങ്ങളിൽ പ്രവർത്തിക്കുന്നത്. നിത്യമുക്തനായ താൻ ഗുണങ്ങൾക്ക് ഉപരിയാണ് എന്നനുഭവിച്ചറിയുന്ന ഗുണാതീതനും അതുപോലെ ലോകകാര്യങ്ങളിൽ അചഞ്ചലനായി വർത്തിക്കുന്നു. ഗുണചലനങ്ങളിൽ ഞാനാണ് പ്രവർത്തിക്കുന്നത് എന്ന ഭ്രമമാണ് വിചലനം. ഗുണാതീതന് അതില്ല. ഗുണങ്ങൾ പ്രവർത്തിക്കുന്നു എന്നല്ലാതെ അവയുമായി തനിക്ക് ബന്ധമുണ്ടെന്ന് ഗുണാതീതൻ കരുതുന്നില്ല. ഗുണാതീതൻ്റെ ആചരണങ്ങൾ എങ്ങനെയാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണിത്. ഇനി ഗുണാതീതനെ തിരിച്ചറിയുവാനുള്ള ലക്ഷണങ്ങളാണ് അദ്ദേഹം പറയുന്നത്. സുഖത്തിലും ദുഃഖത്തിലും അദ്ദേഹം സമഭാവം പുലർത്തുന്നത് കാണാം. ആത്മദർശനം കൊണ്ടുണ്ടാകുന്ന സുഖത്തിൽ എപ്പോഴും ലീനനായിരിക്കും. മൺകട്ടയും സ്വർണ്ണക്കട്ടയും അദ്ദേഹത്തിന് തുല്യമാണ്. പ്രിയം വന്നാലും അപ്രിയം വന്നാലും ഭേദമില്ല. നിന്ദിച്ചാലും സ്തുതിച്ചാലും മാറ്റമില്ല. മാനാപമാനങ്ങളെയും ശത്രുമിത്രങ്ങളെയും ഒന്നുപോലെ കരുതും. ഒന്നും അങ്ങോട്ട് ചെന്ന് ഏറ്റെടുക്കുകയില്ല. ഇതൊക്കെയാണ് ഗുണാതീതനെ തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങൾ. ഇനിയും ഗുണാതീത പദം എങ്ങനെ നേടാമെന്നല്ലേ പറയാം. ഒരു നിമിഷവും വിട്ടുപോകാത്ത ഈശ്വര സ്മരണയോടുകൂടിയ ജ്ഞാനധ്യാന അഭ്യാസങ്ങൾ കൊണ്ട് പരമാത്മസേവ ചെയ്യുക മാത്രമാണ് ഗുണാതീതനാകാനുള്ള ഒരേ ഒരു വഴി. ഒരിക്കൽ കൂടി വായിക്കാം. ഇനിയും ഗുണാതീത പദം എങ്ങനെ നേടാമെന്നല്ലേ പറയാം. ഒരു നിമിഷവും വിട്ടുപോകാത്ത ഈശ്വരസ്മരണയോടുകൂടിയ ജ്ഞാനധ്യാന അഭ്യാസങ്ങൾ കൊണ്ട് പരമാത്മസേവ ചെയ്യുക മാത്രമാണ് ഗുണാതീതനാകാനുള്ള ഒരേ ഒരു വഴി. ബ്രാഹ്മണ ലക്ഷണം. ബ്രാഹ്മണനും ഗുണാതീതനും ഒന്നു തന്നെ. ബ്രഹ്മജ്ഞാനിയെയാണ് ബ്രാഹ്മണനെന്ന് വിളിക്കുന്നതെന്ന് ഉപനിഷത്തുക്കളിൽ വിവരിച്ചിട്ടുണ്ട്. ബ്രഹ്മജ്ഞാനിക്കു മാത്രമേ വിദ്വത് സന്യാസത്തിന് അർഹതയുള്ളൂ. ജന്മനാ കിട്ടിയ ശരീരത്തോടുകൂടി സഞ്ചരിക്കുന്നുവെന്നല്ലാതെ അതിനെ സുഖിപ്പിക്കുവാൻ പരമഹംസൻ ഒന്നും ആരിൽ നിന്നും സ്വീകരിക്കാറില്ല. വ്യാസൻ ബ്രാഹ്മണ ലക്ഷണം വിവരിക്കുന്നത് നോക്കുക. ഉത്തരീയമില്ലാതെ സഞ്ചരിക്കുകയും തറയിൽ ഒന്നും വിരിക്കാതെ കിടക്കുകയും ചെയ്യുന്നവനാണ് ബ്രാഹ്മണൻ. കൈകളാണ് അദ്ദേഹത്തിന് തലയിണ. ഇങ്ങനെ സദാ ശാന്തനായി വർത്തിക്കുന്ന പുരുഷനെ ദേവന്മാർ ബ്രാഹ്മണനെന്ന് വിളിക്കുന്നു. അപരിഗ്രഹമാണ് ബ്രാഹ്മണൻ്റെ പ്രധാന ലക്ഷണമെന്ന് ചുരുക്കം. വ്യാസൻ തുടരുന്നു. യേന കേന ചിദാച്ഛന്നോ യേന കേന ചിദാശിതഃ യത്ര ക്വചനശായി സ്യാത് തം ദേവ ബ്രാഹ്മണം വിദുഹു. കിട്ടുന്നത് കൊണ്ട് പുതയ്ക്കുക, കിട്ടുന്നത് ഭക്ഷിക്കുക, എവിടെയെങ്കിലും കിടക്കുക, ഈ ലക്ഷണങ്ങളുള്ളയാളിനെ ദേവന്മാർ ബ്രാഹ്മണനെന്ന് വിളിക്കുന്നു. ദേഹത്തെ നിലനിർത്താൻ അശനാച്ഛാദന ശയനങ്ങൾ ആവശ്യമാണെങ്കിലും അവയിലൊന്നും ഗുണദോഷ ചിന്ത ലേശവുമില്ലാത്തയാളാണ് ബ്രാഹ്മണനെന്ന് ഭാവം. സമബുദ്ധിയുള്ളയാൾക്ക് ഉദരപൂരണം, ശരീരപുഷ്ടി ഇവയെക്കുറിച്ചുള്ള ചിന്ത നിഷ്പ്രയോജനമാണ്. അവർക്ക് അത്തരം ഗുണദോഷ ചിന്തകൾ ചിത്തദോഷങ്ങളാണ്. അതുകൊണ്ടാണ്
ഭാഗവതം ഇങ്ങനെ പറയുന്നത്: കിം വർണ്ണിതേന ബഹുന ലക്ഷണം ഗുണദോഷയോഃ ഗുണദോഷദൃശിർദോഷോ ഗുണസ്തുഭയവർജിതഃ ഗുണസ്തുഭയവർജിതഃ. എന്തിനധികം പറയുന്നു? ഗുണദോഷങ്ങളുടെ ലക്ഷണം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഗുണദോഷ ചിന്തയാണ് ദോഷം, ഗുണദോഷ ചിന്തയില്ലായ്മയാണ് ഗുണം. ജ്ഞാനോപദേശം കൊണ്ട് ജനങ്ങളെ അനുഗ്രഹിക്കാനായി ഉത്തമനെന്ന് ബോധ്യപ്പെടുത്താൻ ഒരു ബ്രാഹ്മണൻ ദണ്ഡവും കൗപീനവും ധരിക്കേണ്ടതാണ്. ഇത് വേദവും അനുവദിക്കുന്നു. അനുഗ്രഹത്തിനു വേണ്ടിപ്പോലും ബ്രാഹ്മണൻ ഗൃഹകൃത്യാദി സംഭാഷണങ്ങളിൽ ഏർപ്പെടേണ്ടതില്ല. നേരെ മറിച്ച് ബ്രഹ്മധ്യാനപരനായി തന്നെ വർത്തിക്കേണ്ടതാണ്. ആത്മാവിനെ മാത്രമേ അറിയേണ്ടൂ, മറ്റു വാക്കുകളൊക്കെ ഉപേക്ഷിക്കേണ്ടതാണ് എന്ന് മുണ്ടകോപനിഷത്തും അനുശാസിക്കുന്നു. ബൃഹദാരണ്യക ഉപനിഷത്ത് പറയുന്നത് നോക്കുക: തമേവ ധീരോ വിജ്ഞായ പ്രജ്ഞാം കുർവീത ബ്രാഹ്മണഃ നാനുധ്യായാത് ബഹൂൻ ശബ്ദാൻ വാചാ വിഗ്ലാപനം ഹി യത് വാചാ വിഗ്ലാപനം ഹി തത്. ധീരനായ ബ്രാഹ്മണൻ ആത്മസത്യത്തെ മാത്രമേ അറിയാവൂ, അതിനെ മാത്രമേ അനുഭവിക്കാവൂ. മറ്റധികം ശബ്ദങ്ങളൊന്നും ധ്യാനിച്ചു കൊണ്ടിരിക്കാൻ പാടില്ല. മറ്റു ശബ്ദങ്ങൾ ധ്യാനിക്കുന്നത് വാക്കിനെ കളങ്കപ്പെടുത്തുകയായിരിക്കും. ബ്രഹ്മോപദേശം അന്യവാക്കല്ലാത്തതുകൊണ്ട് ധ്യാനവിരോധിയായി ഭവിക്കുന്നില്ല. ഏകാഗിയായിരിക്കുമ്പോൾ ധ്യാനം നിർവിഘ്നമായി ഭവിക്കുന്നു. സ്മൃതിയും മറ്റൊരിടത്ത് ഇങ്ങനെ പറയുന്നു: ഭിക്ഷു മുൻ പറഞ്ഞ പോലെ ഏകാഗിയായിരിക്കേണ്ടതാണ്. രണ്ടുപേരുണ്ടെന്നു വന്നാൽ അതൊരിണയായി. രണ്ടുപേരുണ്ടെന്നു വന്നാൽ അതൊരിണയായി. 3 പേരാണെങ്കിൽ ഗ്രാമത്തിന് തുല്യമായി. 3-ലധികമായാലോ അതൊരു പട്ടണം പോലെ തന്നെ ആയിത്തീരും. ഒരു ഭിക്ഷു നഗരമോ ഗ്രാമമോ മിഥുനമോ ഉണ്ടാക്കരുത്. അങ്ങനെയായാൽ പിന്നെ രാഷ്ട്രീയമായിരിക്കും ചർച്ചാ വിഷയം. അല്ലെങ്കിൽ ഭിക്ഷ കിട്ടുന്ന ഭക്ഷണ സാധനങ്ങളെക്കുറിച്ചായിരിക്കും സംഭാഷണം. വ്യാസദേവൻ വീണ്ടും ബ്രാഹ്മണ ലക്ഷണം ഇങ്ങനെ കുറിക്കുന്നു: നിരാശിഷമനാരംഭം നിർനമസ്കാരമസ്തുതിം അക്ഷീണം ക്ഷീണകർമാണം തം ദേവാ ബ്രാഹ്മണം വിദുഹു. ആർക്കും ആശിസ്സരുളുകയില്ല, താൻ മുൻകൈയെടുത്തൊന്നും തുടങ്ങുകയില്ല, ആരെയും വണങ്ങുകയോ പ്രശംസിക്കുകയോ ഇല്ല, ഒന്നുകൊണ്ടും തളരുകയുമില്ല, എല്ലാ കർമ്മബന്ധങ്ങളും വിട്ടുകഴിഞ്ഞു. ഇങ്ങനെയുള്ളയാളാണ് ബ്രാഹ്മണൻ. ദേവന്മാർ അവരെ ബഹുമാനിക്കുന്നു. വിശിഷ്ട പുരുഷന്മാർ നമസ്കരിക്കുന്നവർക്ക് ആശീർവാദം നൽകാറുണ്ട്. ഒരാൾ എന്താഗ്രഹിക്കുന്നുവോ അതവന് ലഭിക്കുമെന്നുള്ള അനുഗ്രഹമാണ് ആശീർവാദം. ലോകം ഭിന്നരുചിയാണല്ലോ. അപ്പോൾ ഓരോരുത്തരുടെയും അഭിലാഷം അന്വേഷിച്ച് തൃപ്തിപ്പെടുത്താൻ വ്യഗ്രത കാണിക്കുമ്പോൾ സ്വാഭാവികമായി തന്നെ ലോകവാസന വർദ്ധിക്കുവാൻ ഇടവരുന്നു. ലോകവാസന ജ്ഞാനത്തെ തടയും. ലോകവാസന, ശാസ്ത്രവാസന, ദേഹവാസന എന്നിവ കൊണ്ട് ജ്ഞാനം തടയപ്പെടുന്നതായി സ്മൃതി ഘോഷിക്കുന്നു. ആരംഭം, നമസ്കാരം മുതലായവയും ഇതുപോലെ ജ്ഞാനവിരോധികളാണ്. തനിക്കു വേണ്ടിയോ മറ്റുള്ളവർക്കു വേണ്ടിയോ ഗൃഹധനാദികൾ സമ്പാദിക്കാനുള്ള പ്രയത്നമാണ് ആരംഭം. ഒരു മുക്തൻ ആശീർവാദ ആരംഭങ്ങളിൽ നിന്നും അകന്നു നിൽക്കേണ്ടതാണ്. ആശീർവദിക്കാതിരുന്നാൽ പ്രണമിക്കുന്നവർക്ക് ദുഃഖമുണ്ടാകുമെന്ന് ശങ്കിക്കരുത്. സന്യാസിയുടെ ലോകവാസനയെയും പ്രണമിക്കുന്നയാളിൻ്റെ ഖേദത്തെയും പരിഹരിക്കാനായി അഖിലാശീർവാദ നിധിയായ നാരായണ ശബ്ദമോ മറ്റേതെങ്കിലും ഈശ്വരനാമമോ ഉച്ചരിക്കാവുന്നതാണ്. ഗുണാതീത ലക്ഷണം. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.